കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും അടിച്ചു തകർത്ത് മോഷണം. ചന്തപ്പുര ടൗൺ LP സ്കൂളിലാണ് സംഭവം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ബഹുജന ധർണയും നടത്തി. അനധികൃത കുളം നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആവശ്യം. തൃപ്രയാറിൽ P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും അടിച്ചു തകർത്ത് മോഷണം. ചന്തപ്പുര ടൗൺ LP സ്കൂളിലാണ് സംഭവം. വിദ്യാലയത്തിൽ സ്ഥാപിച്ചിരുന്ന കുടിവെള്ള പൈപ്പുകളും ശുചിമുറിയിലെ ടാപ്പുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമാണ് തല്ലി തകർത്ത് മോഷ്ടിച്ചത്. ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത്. തുടർന്ന് സ്കൂൾ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വിദ്യാലയത്തിൽ അതിക്രമവും മോഷണവും നടത്തിയവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ CS സുമേഷ് ആവശ്യപ്പെട്ടു. ദിവസമാണെന്ന് ചന്തപ്പുര ടൗൺ LP സ്കൂളിൽ 80ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഏറ്റവും പഴയ സ്കൂളാണ്. ആ സ്കൂളിലെ കുറച്ച് സാമൂഹ്യത്തിൽ ഈ മുടക്ക് ദിവസങ്ങൾ നോക്കിക്കൊണ്ട് ബാത്റൂമിലെയും കുടിവെള്ളത്തിൻ്റെയും ഏകദേശം ഒരു 10-12 ടാപ്പുകൾ ബാധ തല്ലിപ്പൊളിച്ചുകൊണ്ട് ടാപ്പുകൾ എടുത്തുകൊണ്ട് പോയി മോഷ്ടിക്കപ്പെട്ടു. തീർച്ചയായും ഇത്രയും കുട്ടികൾക്ക് ഇന്ന് കുടിവെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലൊക്കെ അറിയിച്ചെങ്കിൽ കൂടി അത് ആ വർക്ക് പൂർത്തീകരിക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതുവരെ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ വെള്ളം വളരെ ബുദ്ധിമുട്ടായി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് മാർച്ചും ബഹുജന ധർണയും നടത്തി. പകരപ്പള്ളി, കാരാമ്പ്ര, ചേനംകരി, കല്ലന്തറ എന്നീ പാടശേഖരങ്ങളിലെ നെൽകൃഷി ഉപ്പുവെള്ളം കയറി നാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം നൽകുക, പാറമേൽ തൃക്കോവിൽ പ്രദേശത്തെ അനധികൃത കുളനിർമ്മാണം നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ബഹുജന ധർണയും നടത്തിയത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മഴയത്തും ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ് കർഷകർ. ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല്. ആ കർഷകരാണ് നമ്മുടെ എല്ലാം അന്നദാതാക്കൾ. നമുക്കെല്ലാം ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മഴയത്തും ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ്. അവരെ ദ്രോഹിക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ നടക്കുന്നത്, അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടക്കുന്നത്. നമുക്കറിയാം, എത്രയോ വർഷമായി ഇവിടെ കർഷകരെ പണിയെടുക്കുന്നു. പക്ഷെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന, ഈ കഴിഞ്ഞ 8 വർഷമായി കർഷകരെ ഇത്രമാത്രം ദ്രോഹിച്ചുകൊണ്ട് അവരെ കടക്കണി മൂലം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു ഭരണം ഇന്ന് സംസ്ഥാനത്തും പഞ്ചായത്തും നടക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? അതിന് മുന്നോട്ട് വന്ന ഭാരവാഹികളെ അഭിനന്ദനം അറിയിക്കുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, TP പരമേശ്വരൻ നമ്പൂതിരി, T പ്രവീൺ, MP സോണി, ജോപി മങ്കടിയാൻ, MA കൊച്ചുമൊയ്തീൻ, രാജേഷ് ആറേലിൽ, CM രവീന്ദ്രൻ, പത്മിനി ഗോപിനാഥ്, ജിസ്മി സോണി, സുമേഷ് വാളൂർ, നോബിൾ കണ്ടത്ത്, TY അയൂബ്, അനൂപ് ആനപ്പാറ, സിജിൻ ഉമ്മ, TY ഉബൈ തുടങ്ങിയവർ പ്രസംഗിച്ചു. CP സുരേന്ദ്രൻ, ദാസൻ കളത്തിൽ, EM മധു, ആനന്ദ് മേനോൻ, വേണുഗോപാൽ മേത്തല, KN അനിൽ, തോമസ് പാനിക്കുളം, ബഞ്ചി, AY ജോർജ് പനക്കൽ, M സുലൈമാൻ, പ്രമുഖ കർഷകൻ വേലായുധൻ അരീക്കാട്, മുഹമ്മദ് മുടവൻകാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാറിൽ P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രശ്നമായി കാലഘട്ടത്തിൽ അതൊക്കെ വലിയ അശ്ലീലമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറി. നമ്മുടെ പദങ്ങൾ, മലയാളികൾ ഉപയോഗിക്കുന്ന പദങ്ങളും മലയാളികൾ ഉപയോഗിക്കുന്ന ബിംബങ്ങളും ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ സ്വഭാവം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഇപ്പൊ നീലക്കുയിൽ തുടങ്ങിയിട്ടുള്ള മലയാളിയുടേതായ ഒരു സംഗീതം ഉണ്ടായിരുന്നു. അതിനു മുമ്പൊക്കെ ഉത്തരേന്ത്യൻ സംഗീതത്തിൽ ഉത്തരേന്ത്യൻ വരികളൊക്കെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ട്യൂണിനും വേണ്ടിയിട്ട് മലയാളം പദങ്ങൾ എഴുതുകയായിരുന്നു. അതിൽ നിന്ന് മാറി നീലക്കുയിൽ മുതലാണ്. നീലക്കുയിൽ മുതൽ കുറേ കാലം ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഇപ്പോഴത്തെ ജനറേഷൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പാട്ട് കേട്ട് ശീലിക്കുന്നത് അങ്ങനത്തെ പാട്ടുകളാണ്. പഴയ കാലത്തെ പാട്ടുകൾ പുതിയ
പാട്ടുകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകില്ലെങ്കിലും ഉണ്ടായ പാട്ടുകൾ യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനും സുശീലാമ്മയും ക്രിസ്ത്യാനിയും അങ്ങനെ ഒരുപാട് ഗായകർ അതിനുശേഷം വന്ന ഗായകർക്ക് തന്നെ എല്ലാവരും നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധായകരും രചയിതാക്കളൊക്കെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള പാട്ടുകളൊന്നും ഇവിടെ ഇല്ലാണ്ടാവില്ല. പുതിയ തലമുറ കേട്ടില്ലെങ്കിലും ഇനി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഒരു തലമുറ അത് ചിലപ്പോൾ ആവർത്തിച്ച് കേട്ടുവരും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അത്ഭുതപ്പെട്ട കാര്യമാണ്. റിയാലിറ്റി ഷോകളിലെല്ലാം കൊച്ചു കുട്ടികളുടെ പാടുന്നത് പഴയ തലമുറയുടെ പാടുന്നത്. പി ജയചന്ദ്രന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ആദ്യം മണപ്പുറത്തു നിന്ന് ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കമൽ പറഞ്ഞു. ഫൗണ്ടേഷൻ ചെയർമാൻ മധു ശക്തിധര പണിക്കർ അധ്യക്ഷനായി. എഴുത്തുകാരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി. പിന്നണി ഗായകൻ കിഷൻ ശ്രീബാൽ, സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം എന്നിവർ മുഖ്യാതിഥികളായി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, കോർഡിനേറ്റർ ജയചന്ദ്രൻ, പ്രൊഫസർ ദേവദാസ്, ഷൈൻ നെടിയിരിപ്പിൽ, പ്രീതി കഴിമ്പ്രം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സിയ ശ്രുതി, അഫ്ര ഫാത്തിമ, അൻസാം ഇനാസ്, പ്രണയ പ്രശാന്ത്, ശ്രദ്ധ സുരേന്ദ്രൻ മങ്ങാട്ട് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മ്യൂസിക് ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഗാനവിരുന്ന് അരങ്ങേറി. പൊയ്യ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊയ്യ ഫാത്തിമ കോൺവെന്റിലെ അന്തേവാസികളായ അമ്മമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. നിർധനർക്കും രോഗികൾക്കും കൈത്താങ്ങായി പൊയ്യ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി 2021 ആരംഭിച്ച ഈ സംഘടന ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതുവരെ 100-ൽ പരം കുടുംബങ്ങൾക്ക് കൈത്താങ്ങായിട്ടുണ്ട്. രോഗികൾക്കും അശരണർക്കും സാമ്പത്തിക സഹായമായും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം, പൊയ്യ സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ കാർ വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് വിതരണം എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. ഫാത്തിമ കോൺവെന്റിൽ നടന്ന ഭക്ഷണ വിതരണത്തിൽ സംഘടനാ പ്രസിഡന്റ് ജോബിൻ, സെക്രട്ടറി ബിജോയ്, വൈസ് പ്രസിഡന്റ് VG സുബ്രഹ്മണ്യൻ, സത്യൻ, ജോയ് എന്നിവർ നേതൃത്വം നൽകി. പൊയ്യ എഫ്രൈം പള്ളി വികാരി ഫാദർ ലിൻഡോ പനങ്കുളം പ്രാർത്ഥനാ ചടങ്ങ് നിർവഹിച്ചു. അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. അമ്മമാരെ ശുശ്രൂഷിക്കുന്ന മദർ സുപ്പീരിയർ ഷീല, സംഘടനാ മെമ്പർമാരായ സോമൻ, പ്രസാദ്, MR ഉണ്ണി, ജിബീഷ്, ഷാജി പാറയിൽ, തമ്പി, ഷിബു പാറയ്ക്കൽ, അനീഷ്, സുനിൽ, മേരി, സതി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. CPIMന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം മാള ഏരിയ തല കാൽനട പ്രചരണ ജാഥ നടന്നു. രാവിലെ പൊയ്യയിൽ നിന്നും ആരംഭിച്ച ജാഥ ചെന്തുരുത്തി, മാളപ്പള്ളിപ്പുറം, പൂപ്പത്തി, കുരുളശ്ശേരി, വലിയപറമ്പ്, കോട്ടമുറി എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകിട്ട് 5-ന് മാള സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നയിച്ചിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ 6 കേന്ദ്രമന്ത്രിമാർ. അതിൽ ആന്റണി അടക്കമുള്ള, ഇന്ന് കടയടച്ചിരിക്കുന്ന ആന്റണി അടക്കമുള്ള 6 കേന്ദ്രമന്ത്രിമാർ കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിലുണ്ടായി. ആ കോൺഗ്രസും ഇതേ നയമാണ് സ്വീകരിച്ചത്. പിന്നീട് അധികാരത്തിൽ വന്ന BJPയുടെ ഗവൺമെന്റും ഇതേ നയമാണ് സ്വീകരിച്ചത്. എന്നിട്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ പിന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന പച്ച നുണയെ ആവർത്തിക്കാൻ ഇവർ ശ്രമിക്കുക. TP രവീന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ TK സന്തോഷ്, M രാജേഷ്, സലി അസീസ്, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, CS രഘു, PR രതീഷ്, IS അക്ഷയ്, MM നൌഷാദ്, PV വിനോദ്, C ധനുഷ് കുമാർ, സിന്ധു ജയൻ, മാനേജർ KV ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്വീകരണ കേന്ദ്രങ്ങളിലും സമാപന സമ്മേളനത്തിലും സംസാരിച്ചു. ജാഥയിൽ ഉടനീളം സ്ഥിരാംഗങ്ങളായിരുന്നവരെ PK ഡേവിസ് പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. NK വാസു വായനശാലയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച പുസ്തകങ്ങൾ വായനശാലയുടെ ഭാരവാഹികളായ ബഷീർ തക്കത്തിനും ഷീബ ഗിരീശനും കൈമാറി. മാള കോട്ടക്കൽ സെന്റ് തെരേസസ് കോളേജിൽ 50ാമത് കോളേജ് ദിനാചരണാഘോഷങ്ങൾക്ക് തുടക്കമായി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കൊടിയേറ്റം നിർവഹിച്ചു. മാതൃകയായിരിക്കുന്ന നമ്മുടെ കോളേജ്, നമ്മുടെ ഫാദർ, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ, അധ്യാപകർ
ഒറ്റക്കെട്ടാണെന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ 50ാം വാർഷികം ആഘോഷിക്കുന്ന ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഫ്ലാഗ് ഓപ്പൺ ചെയ്തു. നമ്മൾക്കറിയാം 28-ാം തീയതിയാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. അതിന്റെ മുന്നൊരുക്കമായി ഇന്ന് തന്നെ നമ്മൾ ആഘോഷ പരിപാടികളിലേക്ക് എത്തിക്കണം. നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചുകൊണ്ടും ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമാണ് നമ്മുടെ വിദ്യാലയം. നമ്മൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരിടമാണ് വിദ്യാലയം. വിദ്യ കൊണ്ട് നമ്മൾ സമ്പന്നരാകുമ്പോൾ അതിനൊപ്പം തന്നെ കലാകായിക രംഗത്തേക്കും നമ്മളെ കൈപിടിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ അധ്യാപകരാണ്. ഏതൊരു കലോത്സവമായാലും നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ആയാലും എന്തൊരു പരിപാടിയിലും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നിറപ്പാർന്ന പങ്കിട്ട് നമ്മളവിടെ പങ്കിടുകയാണ്. ആ ഒരു ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ പല മേഖലകളിലേക്കും പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജെ ജോളി, വാർഡ് മെമ്പർ ലിസിസ് സേവ്യർ, അഡ്വക്കേറ്റ് പോളി ആന്റണി, ഷിജോ തറയിൽ, പ്രൊഫസർ PS ഇന്ദുലേഖ, AR ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങൾ ഫെബ്രുവരി 28 വൈകിട്ട് സമാപിക്കും. 4 പതിറ്റാണ്ടായി മാള ആലത്തൂർ ഹനുമാൻ സന്നിധി ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ശതഭിഷിക്തനായ ഇളന്തുരുത്തി നാരായണൻ നായർക്ക് ക്ഷേത്രം കമ്മിറ്റി ആദരവ് നൽകി. ആലത്തൂർ ഹനുമാൻ സന്നിധിയിൽ നൽകിയ ആദരവ് ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടത്ത് മേക്കാട് നാരായണൻ നമ്പൂതിരി നാരായണൻ നായരെ പൊന്നാട അണിയിച്ചു. ക്ഷേത്രം ട്രസ്റ്റി TN പ്രകാശ് ഉപഹാരം നൽകി. ക്ഷേത്രം മേൽശാന്തി ശ്രീകൃഷ്ണൻ ഓണപ്പുടവ നൽകി. കുടൂർ വിജയന്മാരാർ, മാതൃകാ സമിതി അംഗങ്ങൾ എന്നിവരും അദ്ദേഹത്തെ ആദരിച്ചു. ആദരവ് ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കളഭം, മേളം, പഞ്ചവാദ്യം എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെയും തൃശൂർ IMAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരണവും നടത്തി. റോജി M. ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് മുഖ്യാതിഥിയായി. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റിയാസ് വെളുത്തേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, AA മുസമ്മിൽ, KSU സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അബ്ദുൽ അസീസ്, ആഷിറ അൻസാർ, അസീറ മുത്തലീബ്, കബീർ കാരുമാത്ര, അനൂപ് ആനപ്പാറ, ഫസി കരൂപ്പടന്ന, സമദ് വെള്ളാങ്കല്ലൂർ, കോൺഗ്രസ് നേതാക്കളായ EV സജീവ്, അയൂബ് കരൂപ്പടന്ന, A ചന്ദ്രൻ, സാബു കണ്ടത്തിൽ, EK ജോബി, പ്രശോഭ് അശോകൻ, V മോഹൻദാസ്, അനസ്, IMA മെഡിക്കൽ ഓഫീസർ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ K കൃഷ്ണകുമാർ, ഷംസു വെളുത്തേരി, മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരായ റസിയ അബു, ജബി അലിയാർ എന്നിവർ സംസാരിച്ചു. ഇടിമുറിയെ പ്രതിരോധിക്കാൻ ഹെൽമറ്റ് ധരിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ BJP കൗൺസിലർമാർ. ഫെബ്രുവരി 17 കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇടിമുറിയിൽ LDFന്റെ പിൻവാതിൽ നിയമനം തടഞ്ഞ താലൂക്ക് ഹോസ്പിറ്റൽ സെക്രട്ടറിയെയും സൂപ്രണ്ടിനെയും വിളിച്ചുവരുത്തി അതിക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇടപെട്ട് കേസ് പിൻവലിപ്പിച്ചതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് കാലങ്ങളായി നടത്തിവരുന്ന പിൻവാതിൽ നിയമനം വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP കൗൺസിലർമാർ നഗരം ചുറ്റി പ്രകടനം നടത്തിയത്. തുടർന്ന് താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി TJ ജെമി, KA സുനിൽകുമാർ, ON ജയദേവൻ, KS ശിവറാം, ശാലിനി വെങ്കടേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും അടിച്ചു തകർത്ത് മോഷണം. ചന്തപ്പുര ടൗൺ LP സ്കൂളിലാണ് സംഭവം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ബഹുജനധർണയും നടത്തി. അനധികൃത കുളം നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആവശ്യം. തൃപ്രയാറിൽ P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.